ഡൈവോഴ്സിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നറിയോ? മണി, പിന്നെന്താ, പിന്നെ ഉള്ളത് അല്ലെങ്കിൽ ചീറ്റിങ്, പിന്നെ അല്ലെങ്കിൽ എന്താവാ ഫാമിലി ഇൻ്റർഫിയറൻസ്. ഇത് മൂന്നും അല്ലാത്തൊരു ഡിവോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പഴയ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഹസ്ബൻഡ് കരഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്ത ഒരു ഡിവോഴ്സ്. എന്താ കാര്യം എന്നറിയോ? ഭാര്യ വന്നിരുന്നിട്ട് പറഞ്ഞു, 9 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്, ഇദ്ദേഹത്തെ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ, വേറെ എന്താ നിങ്ങളുടെ മനസ്സിൽ വല്ല ഇതുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്താ, ഇയാളൊന്നും ചെയ്തിട്ടില്ല, അത് തന്നെയാണ് എൻ്റെ പ്രോബ്ലം എന്ന്. ഞാൻ പറഞ്ഞു പ്രോബ്ലം അതങ്ങനെ ആവാം. അതായത് ഒരു 2 മാസം ഒരു ജോലിക്ക് പോകും, പിന്നെ അങ്ങ് നിർത്തും, പിന്നെ അതിന് വേറെ എവിടെയെങ്കിലും 2 മാസം പോകും, പിന്നെയും നിർത്തും. അങ്ങനെ ആയി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ജീവിതം പോയിക്കൊണ്ടിരുന്നു. ഇവർക്ക് ഗവൺമെൻറ് ജോലിയുള്ളത് കൊണ്ട് ജീവിച്ചു പോയി. അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു പെൺകുഞ്ഞും വന്നു. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചെയ്യണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസയല്ല മാഡം വേണ്ടത്. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാമല്ലോ, ഈ കുട്ടീനെങ്കിലും നോക്കാമല്ലോ. ഇയാൾ ഫുൾ ടൈം അയാൾക്ക് തോന്നിയ പോലെ, അയാൾക്കൊരു സൈക്കിൾ മതി, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു അസറ്റിക് ലൈഫല്ലേ അവർക്ക് നല്ലത്. സോ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് അവസാനം അവർ പിരിഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, പൈസയോ ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഫാമിലി ഇൻ്റർഫിയറൻസോ മാത്രമല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ഫാമിലി ഉണ്ടാകാൻ അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല അല്ലേ? ശരിയാണല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ അവസാനം അയാൾ തല കുനിച്ചിട്ട് അത് ഒപ്പിട്ടിട്ട് പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?